കരൂരിലേക്ക് എത്താൻ മരിച്ച 41 പേരുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ NDA സംഘം അവിടേക്ക് എത്തുകയാണ്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നേരത്തെ ഡൽഹിയിൽ നിന്നുള്ള ഈ സംഘം എത്തിയിരുന്നു, മാധ്യമങ്ങളെ കണ്ടിരുന്നു. രാജ്യത്ത് ഒരിടത്തും ഇനി ഇത്തരം അപകടം ഒരിക്കലും സംഭവിക്കരുത്, ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് ആദ്യത്തെ പ്രതികരണം. നമുക്കറിയാം, BJP MP ഹേമാലിനിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ NDA സംഘമാണ് അവിടേക്ക് എത്തിയത്, തമിഴ്നാട്ടിലേക്ക് എത്തിയത്. എന്തായാലും ഇത്തരം അപകടം ഇനി സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഹേമാലിനി MP പറയുകയുണ്ടായി. കരൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറും മാധ്യമങ്ങളോട് പറഞ്ഞു. കെ അണ്ണാമലൈ, ഒപ്പം തേജസ്വി സൂര്യ തുടങ്ങിയവരൊക്കെ ആ സംഘത്തിലുണ്ട്. ആദ്യം വാക്കുകളിലേക്ക് എത്താം. We pray for the speedy recovery of who are injured and are hospitalized. We are here to meet the officials to get the information what led to that kind of situation. Whatever time takes to meet all the family members and the officials, we are going to spend here. This is a delegation of MPs who come with the purpose to get the facts from the grassroots level, from the officials to the local people. That is why our senior party leaders, the current BJP state president and the former president is here. The other senior members are also here and members of the NDA. So there is no hurry for us. We are here to meet everyone. We want to meet them when they lost their dear ones. We don't want such incident to happen in future. അരുണാലത്തൂർ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, രണ്ട് വിഷയങ്ങൾ. ഒന്ന്, NDA സംഘം അവിടേക്ക് എത്തുകയാണ്, കരൂരിലേക്ക് എത്തുകയാണ്, വിശദമായി അന്വേഷണം നടത്തും എന്നവർ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഈ ദുരന്തത്തിനിരയായവരുടെ വീടുകളും അവരുടെ ബന്ധുക്കളെയും ഒക്കെ നേരിട്ട് സന്ദർശിക്കാനും കൂടിയാണ് ഈ സംഘം എത്തുന്നത്. രണ്ടാമത്തേത്, മദ്രാസ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞതായി മനസ്സിലാക്കുന്നു. അരുൺ, വിവരങ്ങൾ. തീർച്ചയായിട്ടും മനു, കോടതിയിൽ ഇപ്പോൾ മതിയഴകനെ ഹാജരാക്കിയ സമയത്താണ് കോടതിയിൽ വാദം നടന്നിരിക്കുന്നത്. പോലീസിന്റെ 11 നിർദ്ദേശങ്ങളും TVK ലംഘിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നിർദ്ദേശങ്ങൾ ലംഘിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ഒപ്പം തന്നെ ഇപ്പോഴും ആളുകൾ ICUവിൽ കഴിയുകയാണ്. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണമെന്നും കോടതിയിൽ പ്രതിഭാഗവും അത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തി. കമ്മീഷൻ റിപ്പോർട്ട് വരാതെ ആരെയും കുറ്റക്കാരായി കാണരുത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. ഏതായാലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്ത ആളുകൾ അല്ലാതെ ഇനി കൂടുതൽ ആളുകളെയൊന്നും അറസ്റ്റും മറ്റു നടപടികളിലേക്കും കടക്കരുത് എന്നുൾപ്പെടെയാണ് TVK കോടതിയിൽ പറയുന്നത്. പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ട്രയൽ സമയത്ത് പറയാമെന്ന് പ്രോസിക്യൂഷനും പറയുകയുണ്ടായി. ഏതായാലും 19-ന് SP-യെ കണ്ട് ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി അനുമതി തേടിയിരുന്നു എന്നുൾപ്പെടെയാണ് TVK കോടതിയിൽ പറയുന്നത്. എന്നാൽ ആ സ്ഥലം മറ്റൊരു കക്ഷിക്ക് നൽകിയെന്ന മറുപടിയാണ് നൽകിയത്. SP-യെ കൃത്യമായി കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ മറ്റൊരു വ്യക്തിക്ക് നൽകിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നൽകിയ സ്ഥലത്ത് പരിപാടി നടത്തുകയായിരുന്നു തങ്ങൾ ചെയ്തത്. പോലീസ് തന്നെയാണ് ഈ സ്ഥലത്ത് പരിപാടി നടത്തുന്നതിന് വേണ്ടി തങ്ങളെ കൊണ്ട് പറഞ്ഞത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും കോടതിയിൽ ഇപ്പോൾ വലിയ വാശിയേറിയ വാദങ്ങൾ നടക്കുന്നു. അതായത് പ്രോസിക്യൂഷൻ്റെ വാദം എന്ന് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് തന്നെ ഇവരുടെ വീഴ്ചകളാണ് എന്ന തരത്തിൽ, TVKയുടെയും അതുപോലെ തന്നെ സംഘാടകരുടെയും വീഴ്ചകളാണ് എന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്നാൽ അങ്ങനെയല്ല, പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഭാഗം ഇവിടെ കോടതിയിൽ വാദിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കരൂരിലേക്ക് NDA സംഘം വരുന്നു എന്നുള്ളതാണ്. NDA സംഘം കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് ഒരു 10 മണിയോടുകൂടെ 9:30-10 മണിയോടുകൂടെയാണ് NDA സംഘം കോയമ്പത്തൂരിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ അവർ കരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം കരൂരിലേക്ക് NDA സംഘത്തിൻ്റെ, അതായത് ഹേമാമാലിനി MP-യുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിൻ്റെ പ്രതിനിധി സംഘം ഇവിടേക്ക് എത്തും. അപകടം നടന്ന ഈ ഒരു സ്പോട്ട് സന്ദർശിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി BJPയുടെയും മറ്റും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ NDA സംഘം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഈ ഒരു അപകടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോടതിയിൽ
മതിയഴകൻ എന്ന TVK നേതാവിനെ ഹാജരാക്കിയ സമയത്താണ് പോലീസിൻ്റെ ഭാഗം, അതായത് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ പോലീസിൻ്റെ 11 നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ TVK ലംഘിച്ചു എന്നും നിർദ്ദേശങ്ങൾ ലംഘിച്ചതാണ് അപകടത്തിനിടാക്കിയതെന്നും ഇപ്പോഴും ആളുകൾ ICUവിൽ കഴിയുകയാണെന്നും ഉൾപ്പെടെ പറഞ്ഞത്. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കോടതിയിൽ എന്നാൽ എതിർ വാദവുമായിട്ടാണ് പ്രതിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് വരാതെ ആരെയും കുറ്റക്കാരായി കാണരുത്, കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണം, അതുവരെ ആരെയും അറസ്റ്റ് ചെയ്യരുത്, പ്രതിഭാഗത്തിന് എന്തെങ്കിലും പ്രയാസം പറയാനുണ്ടെങ്കിൽ ട്രയൽ സമയത്ത് പറയാമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഏതായാലും പ്രതിഭാഗം അല്ലെങ്കിൽ TVK പ്രധാനമായിട്ടും പറയുന്നത് 19-ാം തീയതി തന്നെ ഈ കരൂരിലെ SP കണ്ട് ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തിന് അനുമതി തേടിയിരുന്നു. എന്നാൽ ആ സ്ഥലം മറ്റൊരു കക്ഷിക്ക് നൽകിയെന്നാണ് മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് നൽകിയ ഒരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. പോലീസ് തന്നെയാണ് ഈ വേലുച്ചാമിപുരം എന്ന സ്ഥലം തങ്ങൾക്ക് അസൈൻ ചെയ്ത് നൽകിയത് എന്നുള്ളതാണ്. തങ്ങൾ വളർന്നു വരുന്ന ഒരു കക്ഷിയാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വരിക എന്നാണ് കണക്ക് കൂട്ടിയത്. അതിനാലാണ് 10,000 പേരെ മുന്നിൽ കണ്ട് പരിപാടി സംഘടിപ്പിച്ചത്. തങ്ങൾ നിർദ്ദേശിച്ചത് 1 ലക്ഷം പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ലൈറ്റ് ഹൗസ് ആണ്. അതായത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കോടതിയിൽ TVK പറഞ്ഞിട്ടുള്ള വാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതായത് തങ്ങൾ പറഞ്ഞത് ലൈറ്റ് ഹൗസ് എന്ന 1 ലക്ഷം പേർക്ക് നിൽക്കാൻ കഴിയുന്ന വിസ്താരമുള്ള ഒരു സ്ഥലമായിരുന്നു തങ്ങൾ പറഞ്ഞത്. പക്ഷേ അത് മറ്റൊരു കക്ഷിക്ക് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ ഈ സ്ഥലത്തേക്ക് പരിപാടി നടത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞത് പോലീസാണ് എന്നുള്ളതാണ് TVK കോടതിയിൽ പറയുന്നത്. ഏതായാലും പോലീസും ഈ കോടതിയിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് നൽകാതിരുന്നത് സുരക്ഷാ പ്രശ്നം കാരണമാണെന്നാണ് പോലീസിന്റെ വാദം. ലൈറ്റ് ഹൗസ് നൽകാതിരിക്കുന്നത് മേൽപ്പാലമുള്ളതിനാലാണ്, അത്രയും പേർ വന്നാൽ അപകടത്തിന് സാധ്യതയുണ്ട് എന്നുൾപ്പെടെയാണ് അവരുടെ വാദം. ഏതായാലും പ്രതിഭാഗത്തിന് കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായിരിക്കുന്നു. പ്രതിഭാഗത്തിനെതിരെ വിജയിയെ കാണാൻ പാർട്ടിക്കാർ അല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെ എന്നാണ് കോടതി പ്രതിഭാഗത്തോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്ക് കൂട്ടിയെന്നും കോടതി ചോദിക്കുന്നുണ്ട്. വിജയിയെ സമയം കഴിഞ്ഞ് എത്തിക്കാൻ ഇപ്പോൾ പോലീസ് ഇടപെട്ടുവെന്നും മതിയഴകനോടും നേതാക്കളോടും തിരക്കൊടുക്കാൻ വിജയെ വൈകിപ്പിച്ചു എന്നുൾപ്പെടെ DS ശെൽപ്പരാജ് കോടതിയിൽ പറയുന്നുണ്ട്. ശരി, എന്തായാലും കടുത്ത വാദപ്രതിവാദങ്ങൾ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നു. NDA സംഘം കരൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താം. അരുൺ തുടരാം. അനുരാഗ് താക്കൂർ, NDA സംഘം ഇപ്പോൾ കരൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും NDA സംഘം ഇപ്പോൾ കരൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഹേമ മാലിനി MP-യുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള 8 അംഗ സംഘമാണ് ഇപ്പോൾ കരൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപകട സ്ഥലത്തേക്ക്, അതായത് വേലുച്ചാമിപുരത്തേക്കാണ്, അപകടം നടന്ന വേലുച്ചാമിപുരത്തേക്കാണ് ഈ 8 അംഗ സംഘം എത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, MP-മാരായ തേജസ്വി സൂര്യ, ബ്രിജ്ലാല്, ശ്രീകാന്ത് ഷിൻഡെ, അതുപോലെ അപർജിത സാരംഗി, രേഖ ശർമ്മ, പുട്ട മഹേഷ് തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ അപകടത്തിൽ 41 പേർക്ക് ജീവൻ നഷ്ടമായത് ഇപ്പോൾ ഈ NDA സംഘം എത്തിയ ഈ ഭാഗത്ത് വെച്ചാണ്, വേലുച്ചാമിപുരത്ത് വെച്ചാണ്. കരൂരിൽ നിന്നും ഈറോഡ് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്, ആ പ്രധാന പാതയിലാണ് വേലുച്ചാമിപുരമുള്ളത്. ഇവിടെയായിരുന്നു ആ 41 ആളുകൾക്ക് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും കേന്ദ്ര സംഘം, NDA സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി സന്ദർശനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സംഘം എത്തിയിരിക്കുന്നത്. BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയെ ഉൾപ്പെടെ നമുക്കിപ്പോൾ ഈ NDA സംഘത്തോടൊപ്പം കാണാൻ സാധിക്കും. ആ 8 അംഗ സംഘത്തിന് ഓരോ കാര്യങ്ങളും വിവരിക്കുന്നതിന് വേണ്ടിയാണ് BJP-യുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു 9:30 കൂടെയാണ് ഡൽഹിയിൽ നിന്നും ഈ NDA സംഘം ഇവിടേക്ക് എത്തിയത്. അങ്ങനെ ഇവിടേക്ക് എത്തിയ NDA സംഘം ഇവിടെ നിന്നും കോയമ്പത്തൂരിൽ നിന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തൊക്കെയാണ് തങ്ങൾ ഇന്ന്
ഈ ഒരു സന്ദർശനത്തിൽ ഉദ്ദേശിക്കുന്നത്, എവിടെയെല്ലാം പോവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ NDA സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായിട്ടും അവർ പറഞ്ഞത് കോയമ്പത്തൂരിൽ നിന്നും നേരെ തങ്ങൾ ഈ അപകട സ്ഥലത്തേക്ക് വരുമെന്നുള്ളതായിരുന്നു. ആ ആദ്യ സ്പോട്ടാണത്. ഈ അപകട സ്ഥലത്ത് സന്ദർശനം നടത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ, എത്രത്തോളം കൺജസ്റ്റഡ് ആയ ഒരു സ്പേസിലാണ് ഈ പരിപാടി നടന്നത്, ഈ പരിപാടിയിൽ ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ നേരിട്ടത്, ഇത്രയും ചെറിയ സ്പേസിൽ എത്രത്തോളം ആളുകളാണ് തിങ്ങിവിങ്ങി നിന്നിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഘം ഇപ്പോൾ ബന്ധപ്പെട്ട BJPയുടെയും മറ്റും നേതാക്കളോടും പ്രദേശത്തെ നാട്ടുകാരോടുമൊക്കെ ചോദിച്ചറിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അതുപോലെ തന്നെ MP ആയ ഹേമ മാലിനി തുടങ്ങി 8 അംഗ സംഘമാണ് ഈ NDAയുടെ ടീമിൽ ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടേക്ക് എത്തി. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ L മുരുകനും ഇവിടേക്ക് എത്തി. ഈ അപകട സ്ഥലവും അതുപോലെ തന്നെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയും ഒക്കെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങളോടുൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഇത്തരമൊരു അപകടം രാജ്യത്ത് ഒരിടത്തും ഉണ്ടാവരുത്, അതിനു വേണ്ട തരത്തിൽ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഉൾപ്പെടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയിക്കും എന്നുള്ളത്, അതല്ലെങ്കിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോടും ഉൾപ്പെടെ പറയുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇന്നലെ BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ ഈ കേന്ദ്ര സംഘത്തെ അല്ലെങ്കിൽ NDA സംഘത്തെ അയക്കും എന്നുള്ളത് അറിയിച്ചത്. അതിന് പ്രകാരമാണിപ്പോൾ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂറും അതുപോലെ തന്നെ MP ആയ ഹേമ മാലിനിയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപകട സ്ഥലത്താണ് ഇപ്പോൾ ഈ 8 അംഗ സംഘം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യം വിജയുടെ വാഹനം നിർത്തിയിട്ടിരുന്ന ആ ഭാഗം ഉൾപ്പെടെ, ആ പ്രദേശം ഉൾപ്പെടെ അവർ സന്ദർശിക്കുന്നു. കാര്യങ്ങൾ അവരോട് മറ്റ് BJP നേതാക്കളും പ്രദേശവാസികളുമൊക്കെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചെറിയ ഒരു പാതയിലാണ് ഇത്രയേറെ ജനങ്ങൾ, ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തടിച്ചുകൂടി നിന്ന് വലിയ തിക്കും തിരക്കും ഉണ്ടായത് ഇവിടെയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K അണ്ണാമലയും അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ നയിനാർ നാഗേന്ദ്രനും ആ NDA സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് കരൂരിൽ നിന്നാണ്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ NDA 8 അംഗ MP സംഘം അവർ കരൂരിലേക്ക് എത്തിച്ചേർന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഹേമാലിനി MP, ഹിമാചൽ പ്രദേശ് MP ഹേമാലിനിയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘമാണ് ഇപ്പോൾ കരൂരിലേക്ക് എത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ഇവർ ആദ്യമായി കോയമ്പത്തൂരിൽ മാധ്യമപ്രവർത്തകരെ കാണവേ പറഞ്ഞതും. ഈ ദുരന്തബാധിതരെ നേരിൽ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ നേരിൽ സന്ദർശിക്കാൻ കൂടിയാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മധുര MP ഹേമാലിനി ഉൾപ്പെടെയുള്ള 8 അംഗ സംഘം NDA സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ അനുരാഗ് ഠാക്കൂർ, പ്രജ്ലാൽ, അപരാജിത സാരംഗി, രേഖ ശർമ്മ ഉൾപ്പെടെയുള്ളവരുണ്ട്. തേജസ്വി സൂര്യ ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. മുൻ തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ കൂടി ഈ സംഘത്തിനൊപ്പമുണ്ട്. So immediately Chappal started flying from left and right of the ground. So he is saying once the Chappal started flying, the whole commotion started. அது வீசின உடனே வந்து கரண்ட் அந்த இடத்துல கொஞ்சம் ஆஃப் பண்ணுறாங்க. கரண்ட் ஆஃப் ஆன உடனே தள்ளுமுள்ள ஆகுது, எல்லாரும் மேலே ஏறி குதிக்க ஆரம்பிக்கிறாங்க. க்ரௌடு வந்து டோட்டலாக இதாகிடும். The Chappals flew, somebody cut the power, invisibility, darkness, crowd got into panicky mode, pushing, pulling started. 7 p.m. Maybe at around 7:30 onwards. 7:30. Very good. அப்போ கரெக்டாக போலீஸ் வந்து லத்தி சார்ஜ் பண்ணுறாங்க. ஜஸ்ட் சின்னதாக ஸ்டார்ட் பண்ணுறாங்க. க்ரௌடு டோட்டலாக கொலாபரேட் ஆகிடுச்சு.
கம்ப்ளீட்டாக In this commotion, the local police started a bit of lathi charge because the ambulance was one way, crowd was reacting, and they wanted ambulance to come. The crowd got into much more panicking. So people started running, madam. They fell into this ditch. A lot of people fell down. People started running over the people. So that is when a lot of people got stuck in this area. Exactly. Campaign vehicle exactly. The exact location of campaign. Where are the ditches? இந்த சைட் And lot of two-wheelers were parked in the so-called cut road. People could not escape into that small cut roads also because two-wheelers were parked. The only option people had to move was here and there. கொஞ்சம் நான் இந்த இடத்துல பார்ப்போம். எல்லாத்தையும் வியூ பண்ணுவாங்க. ദുരന്തം സംഭവിച്ച ഇടങ്ങളിൽ ദുരന്ത സ്ഥലത്തൊക്കെ നേരിട്ടെത്തി ഈ എട്ടംഗ സംഘം അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അതിനുശേഷമായിരിക്കും പരിക്കേറ്റവരെയും ഒപ്പം മരിച്ചവരുടെ ബന്ധുക്കളെയും ഒക്കെ സന്ദർശിക്കാനായി ഇവർ എത്തുക. ദൃശ്യങ്ങളിൽ കാണാം മുൻ കേന്ദ്രമന്ത്രിയും BJP MPയുമായ അനുരാഗ് സിംഗ് താക്കൂറുണ്ട്. ഒപ്പം ഹേമാലിനിയുടെ നേതൃത്വത്തിലുള്ള സംഘം, മുദ്ര MP ഹേമാലിനിയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ NDA സംഘമാണിപ്പോൾ കരൂരിൽ എത്തിയിരിക്കുന്നത്.